മലയാളി മക്കളെ വണക്കം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമർ, അതേപോലെ വേസ്റ്റ് പെർഫോമർ, ക്യാപ്റ്റൻസി ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യം തന്നെയാണ്. മൊത്തം നോക്കിയാൽ സൗന്ദര്യമായിരുന്നു ഇന്നത്തെ കണ്ടന്റ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നതും സൗന്ദര്യം തന്നെയാണ്. എല്ലാവരും പറയുന്ന കണ്ടന്റിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അതിനു വേണ്ടി തന്നെയല്ലേ നമ്മളവിടെ പോയിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ പോയിട്ട് തിന്നും കുടിച്ചും കിടക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സൗന്ദര്യം. അപ്പം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നത് ആര്, ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് ഇതിലൊന്നും ഇതുവരെ കളിക്കാൻ തുടങ്ങാത്തത് ആര്, അങ്ങനെയുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. മുത്തുകുമാർ വന്നിട്ട് ജാക്ലിനാണ് ഇൻഡിവിജ്വലായിട്ട് ഗെയിമായിട്ട്, അതായത് ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് അൻഷിതയും, കളിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല വർഷിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. സാച്ചിന പറഞ്ഞിരുന്നു റാണവാണ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് റയാനും, ഇതുവരെ കളിച്ചിട്ടില്ല വർഷിനിയും എന്ന് പറയുന്നുണ്ട്. വിശാൽ വന്നിട്ട് മുത്തുകുമാറാണ് ബെസ്റ്റ് പെർഫോമർ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നതെന്നും ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് ശിവകുമാറും, വർഷിനി ഗെയിമേ കളിക്കാൻ തുടങ്ങിയിട്ടില്ല, എന്താന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. റയാൻ വന്നിട്ട് ജാക്ലിനാണ് ഇൻഡിവിജ്വൽ എന്നും, മുത്തുകുമാർ ഗെയിം അതായത് ഗ്രൂപ്പായിട്ട് കളിക്കുന്നതെന്നും, വർഷിനി ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ജാക്ലിൻ വന്നും മുത്തുകുമാറാണ് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നത്, അൻഷിത ഗ്രൂപ്പിൽ തന്നെ നിൽക്കുകയാണ്, വിശാൽ കളിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പക പോലെ നമ്മുടെ അരുണത്താണ് ബെസ്റ്റ് പെർഫോമർ, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആൾ വിശാലാണെന്നും, ജാക്ലിൻ ഗ്രൂപ്പായിട്ട് മാത്രമേ കളിക്കത്തുള്ളൂ എന്നും, വർഷിനി ഇതുവരെ കളിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അൻഷിത വന്നിട്ട് ജാക്ലിനാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നത്, മുത്തുകുമാർ ഒരു ഗെയിമിലാണ് നിൽക്കുന്നത്, അത് ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്, വർഷിനി ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദീപക് വന്ന് മുത്തുകുമാറാണ് ഇൻഡിവിജ്വലായിട്ട്, ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് രഞ്ജിത്തും, വർഷിനി ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ദീപക് ആണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതെന്ന് റയാൻ പറയുകയാണ്. സത്യ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്, വർഷിനി കളിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുന്നു. സാച്ചിന ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നു, ദീപക് ഗ്രൂപ്പായിട്ട് കളിക്കുന്നു, വർഷിനി കളിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് ആനന്ദിയാണ് കേട്ടോ പറയുന്നത്. വിശാൽ ഇൻഡിവിജ്വലും റാണവ് ഗ്രൂപ്പായിട്ടും അതേപോലെ വർഷിനി കളിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് സത്യയും പറയുന്നുണ്ട്. മുത്തുകുമാർ ഇൻഡിവിജ്വലും ദീപക് ഗ്രൂപ്പിലും അതേപോലെ വർഷിനി കളിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് രഞ്ജിത്തും പറയുകയാണ്. മുത്തുകുമാർ ഇൻഡിവിജ്വലും സാച്ചിന ഗ്രൂപ്പായിട്ടും രഞ്ജിത്ത് ഇതുവരെ കളിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് വർഷിനി പറയുന്നതാണ്. എന്തൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു കറക്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ സൗന്ദര്യം വന്ന് മുത്തുകുമാറാണ് ഇൻഡിവിജ്വലാണെന്നും, സാച്ചിന ഗ്രൂപ്പിൽ തന്നെയാണ്, റയാൻ കളിക്കാൻ തുടങ്ങിയിട്ടില്ല, റയാനെ വിട്ട് കളിച്ചു എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ജെഫ്രി വന്നിട്ട് ദീപക് ഇൻഡിവിജ്വലും വിശാല് ഗ്രൂപ്പായിട്ടും, വർഷിനിയാണ് കളിക്കാൻ തുടങ്ങാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സൗന്ദര്യ കഴിഞ്ഞ ആഴ്ച റയാൻ്റെ കൂടെയായിരുന്നു, അതിന് മുന്നേ ജെഫ്രിയുടെ കൂടെ. ഓരോ ആഴ്ചയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടി കഷ്ടപ്പെടുന്നു ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവർ മോർണിംഗ് ആക്ടിവിറ്റി നിർത്തിയിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഓഡിയൻസ് പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഏത് വീട്ടുകാർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിരുന്നു പോൾ ഇട്ടിരുന്നത്. അതിൽ കൂടുതൽ വന്നിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് അതേപോലെ നടത്തണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആണുങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിച്ച് വേണം ഫുഡ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആഹ്ലാദമായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പറയണേ ബെസ്റ്റ് പെർഫോമർ, വേസ്റ്റ് പെർഫോമർ എന്നത് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. പവിത്രയും ദീപക്കുമാണ് കേട്ടോ ബെസ്റ്റ് പെർഫോമറായിട്ട്. അവരാണ് അടുത്ത ആഴ്ചത്തിലെ ക്യാപ്റ്റൻസിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ ടാസ്ക് നടന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേസ്റ്റ് പെർഫോമറായിട്ട് സൗന്ദര്യയും ശിവകുമാറിനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിയുമ്പോൾ IBയുടെ പാസ്പോർട്ട് വരികയാണ്. അതായത് നമ്മുടെ മഞ്ജരി ആണല്ലോ ഇപ്പോൾ ഇനി ഓൾഡായിട്ടുള്ള ക്യാപ്റ്റൻ, അദ്ദേഹം വന്നിട്ട് പവിത്രയുടെയും ദീപകിൻ്റെയും പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുകയാണ് കേട്ടോ. അത് കഴിയുമ്പം മുത്തുകുമാറും അതേപോലെ ബോയ്സിൻ്റെ മൊത്തം ഗ്രൂപ്പും ഗേൾസിന് ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് സെർവ് ചെയ്ത് അവരെല്ലാം ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പം ഈ നമ്മുടെ വേസ്റ്റ് പെർഫോമൻസിലുള്ള ടാസ്ക്കാണ്, അതായത് റോസ്റ്റ് ചെയ്യുക. കുടുംബത്തിൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് വിമർശിക്കുക, നല്ല രീതിയിൽ വിമർശിക്കുക, ഒരു പക്ഷാഭേദം കാണിക്കാതെ നല്ല രീതിയിൽ വിമർശിക്കുക എന്ന് പറഞ്ഞ് പേഴ്സണലി ടാർഗറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സാച്ചിനെയും വർഷിനിയുമായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ സൗന്ദര്യക്കെയാണ് എല്ലാവരും റോസ്റ്റ് കൂടുതൽ ചെയ്തിരിക്കുന്നത്, ശിവയാത്ര തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രത്തോളം കണ്ടന്റ് നമ്മുടെ സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സൗന്ദര്യം എല്ലാവരും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകപോക്കൽ പോലെ ഒരു ടാസ്ക് ബോയ്സിന്
വേണ്ടിയുള്ള ടാസ്ക് അവിടെ ഗേൾസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് സൗന്ദര്യമാണ് നടപ്പിലാക്കിയത്. അതൊരു റോസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ സൗന്ദര്യം. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിന് തുടക്കം വിട്ട് കൊടുത്തത് സാച്ചിനെയാണ്. പക്ഷേ ഏറ്റവും അവസാനം നമ്മുടെ സൗന്ദര്യം റോസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഇടവിട്ടാണ് കേട്ടോ റോസ്റ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാച്ചിന ആ കാര്യം എടുത്ത് ഈ റോസ്റ്റിങ്ങിനകത്ത് ഇട്ടിട്ട് പറയുകയാണ്, കാലുമേ കാലിട്ട് കസലിട്ട് ഇട്ടത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കാലുമേ ഇടാൻ പറഞ്ഞതും കസര എടുത്തു കൊടുത്തതും സാച്ചിനെയാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ റോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ബോയ്സിനെ റോസ്റ്റിംഗ് ചെയ്തു, സൗന്ദര്യമൊക്കെ കഴിഞ്ഞു. അതേപോലെ ടാസ്ക് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അതായത് നമ്മുടെ പവിത്രയും ദീപക്കിൻ്റെയും, അതായത് ഒരു സൈഡിൽ കൂടെ ബോൾ ഉരുട്ടി വിടുക, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബോൾ ഉരുട്ടി വിടുക. 3 പ്രാവശ്യം അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ദീപക്ക് ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ദീപക്കാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സാച്ചിന പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട് സൗന്ദര്യം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ സങ്കടം തോന്നി. പേഴ്സണൽ ടാർഗറ്റ് ചെയ്താന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ വന്നിട്ട് സേതുപതി സാറ് വരുന്ന എപ്പിസോഡ് നമുക്ക് കണ്ടു നോക്കാം.